ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു അടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടയാണ്. നമ്മൾ ഗോതമ്പത്തോണ്ടും അരി കൊണ്ടൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാ വീട്ടിലും അട ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടുമല്ല, ഗോതമ്പും അല്ല, അരിയും അല്ല, സേമിയ അല്ല. ഇത് നല്ല കപ്പ വെച്ചിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പ വെച്ചിട്ട് കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. കപ്പ വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. കട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം അത്രയും സോഫ്റ്റ് ഒരു അടയാണ്. അപ്പം നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അടിപൊളിയായിട്ടൊരു കപ്പയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു 500 അര കിലോ കപ്പ അവിടെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വലിയതല്ലാതെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് കപ്പേൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടിച്ചെടുക്കും. ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നില്ല, അതുകൊണ്ടാണ് വളരെ നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളതെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കപ്പ. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ സാധാരണ 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പ വേവിക്കുമ്പം ഫസ്റ്റിലത്തെ വെള്ളം ഊറ്റിക്കളയും. അതായത് നമ്മൾ കട്ട് ഒഴിവാക്കുക എന്നാണ് അതിന് പറയുക. നമ്മളവിടെയൊക്കെ കട്ട് ഒഴിവാക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് ഒഴിവാക്കാൻ പച്ച കപ്പയായത് കാരണം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ കട്ടൊന്ന് ഞാൻ ഒഴിവാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ കപ്പേൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് അത് കിട്ടും. ഈ കപ്പേൻ്റെ ഈ ഡ്രൈ ആയിട്ടുള്ള ഇതാണ് നമ്മൾ ഇത് വെച്ചിട്ടാണ് ആ കപ്പേൻ്റെ അട തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മളെല്ലാം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടണം. അതുവരെ നിങ്ങളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ഒഴിവാക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു നല്ല കോട്ടൻ്റെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് കപ്പ നന്നായിട്ട് നമ്മൾ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് വരുമല്ലോ, അതുപോലെ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ആ എക്സസ് വെള്ളമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളിതുപോലെ കപ്പ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാനിതിപ്പോൾ അര കിലോ കപ്പയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പയെല്ലാം ഇതുപോലെ എടുത്ത് വയ്ക്കുകയാണേ. എല്ലാം നന്നായിട്ടൊന്ന് പിഴിയേണ്ടത്, കുറച്ച് നല്ല ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ പിഴിയാൻ നോക്കുക. മാക്സിമം അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കണം. അപ്പോൾ കുറച്ചും കൂടിയേ ഉള്ളൂ, അതും കൂടി ഞാൻ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. എല്ലാ കപ്പയും ഇതുപോലെ ഞാൻ നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒഴിവാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അട ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഈ നമ്മൾ എടുത്ത് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് എല്ലാത്തിലേക്ക് കുറേശ്ശെ കഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിൽ ആവശ്യത്തില്ല ശർക്കര വേണം. ശർക്കര നിങ്ങളെ കയ്യിൽ ശർക്കരയാണെങ്കിൽ ശർക്കര ഒരു 4 ആണി ശർക്കരയോളം നിങ്ങളൊന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഒരു 3 ആണി ശർക്കര, ഒരു മീഡിയം മധുരമാണ് വേണ്ടതെങ്കിൽ ഒരു 3 ആണി ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാവ് നോക്കിയിട്ട് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അതിന് പകരം ഞാനിവിടെ ഉരുക്കി വെച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അതുപോലെ ഉരുക്കി ഞാൻ പറഞ്ഞതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നമ്മളെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉരുക്കിയിട്ടൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അരിക്കൊന്നും വേണ്ട, അരിച്ച് കുപ്പിയിലാക്കി വെച്ചതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മധുരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഞാനൊരു 3 ആണിയിൽ മേതെ കുറച്ചും കൂടി നല്ല മധുരം വേണം ഇവിടെ, അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഏലക്കയാണ് കേട്ടോ. ഏലക്കേൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു 3-4 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഒരു പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള നാളികേരം വേണം. ഒരു 1.5 മുറി നാളികേരത്തോളം ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുറിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നാളികേരം ഇട്ടാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് നാളികേരം, 1 മുറി നാളികേരം ഇട്ട് കൊടുത്താൽ മതി. ഒരു 500 അര കിലോ കപ്പുണ്ടല്ലോ, അപ്പോൾ അതിലേക്കൊരു അര മുറി നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. നമ്മളെ ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് പൊടിയായാലും ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു 2 സ്പൂണോളം, സ്പൂണല്ല നമ്മളെ സാധാരണ കറിയൊക്കെ വിളമ്പുന്ന കയ്യിലാണ്, അതിലേക്ക് 2 കയ്യിലോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് നിങ്ങൾ ഈ കപ്പയിൽ വെള്ളം ഉള്ളത് കാരണം നിങ്ങൾ കൂടുതലായിട്ട് തീരെ വെള്ളം ഒഴിക്കരുത്. ആ നനവിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ വെള്ളം നമുക്കിപ്പോൾ പിഴിയുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് മാത്രം മതി ഇതുപോലെ മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വാഴയില, ഞാൻ ഇളയ വാഴയാട്ടോ എടുത്തത്, നല്ല വാഴയില എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യാണ് ആദ്യം ആക്കി കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ വട്ടത്തിലിങ്ങനെ വട്ടം വേണ്ട, നമ്മൾ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നൈസായിട്ട് തന്നെ പരത്തണേ, കുറച്ച് കട്ടി വേണ്ട, നല്ല നൈസായിട്ട് എത്രത്തോളം നൈസാക്കി പരത്താൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കിയിട്ട് പരത്തുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ സാധാരണ അടയൊക്കെ ചുടുന്നത് പോലെ തന്നെ അങ്ങനെ 2 ഭാഗവും മടക്കിയിട്ട് ഇതുപോലെ വെക്കുക. ഇനി അടുത്ത ഇലയിലും ഇതുപോലെ നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട്, ഇത് നെയ്യ് നമ്മൾ ഈ ഇലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു, ഈ നെയ്യ് നമ്മൾ അട തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി നിങ്ങൾക്ക് മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇലയിൽ പരത്തിയിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ. നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക, കാരണം ശർക്കരയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശർക്കരേൻ്റെ ആ ഒരു ശർക്കരപ്പാനിയൊന്നും പുറത്തേക്ക് വരാത്ത തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അടയും ഇതുപോലെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ല വാഴയിലേൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് വന്നിട്ട് ആ കപ്പേൻ്റെ സ്മെല്ലും വാഴയിലേൻ്റെ സ്മെല്ലൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് കപ്പ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ പരത്തിടുമ്പോൾ സാധാരണ അടേനേക്കാൾ വളരെ എളുപ്പമാണ്. കാരണം സാധാരണ അട ഇതുപോലെ അരി വെച്ച് പരത്തി പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ശർക്കരയും നാളികേരമൊക്കെ ഇട്ട് കൊടുക്കണം. അതൊന്നും ആവശ്യമില്ലത്, എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 10-20 മിനിറ്റൊക്കെ ആവി കയറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇതിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്ന് ആവിയിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ റെഡിയായിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം ഒതുക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 9 അടയൊക്കെ നമുക്ക് ഒരു 1/2 കിലോ കപ്പ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് നാളികേരവും ഒക്കെ വരുമല്ലോ. അപ്പോൾ 9 അട എന്തായാലും ചുട്ടെടുക്കുക കേട്ടോ. അതുപോലെ ഈ അട വേവിച്ചെടുക്കുമ്പോൾ സ്പൂണ് വെച്ചിട്ട് നടുക്കിൽ സ്പൂണ് വെച്ചിട്ട് അടേൻ്റെ ഓരോന്ന് ഒതുക്കി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആവി കയറി വരും. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കിയാൽ നന്നായിട്ട് അട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ വാഴേൻ്റെ ഇലേൻ്റെ സ്മെല്ലും ഒക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ ആ വാഴേൻ്റെ ഇലേൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ അടയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ചൂടുണ്ട്, മുഴുവനായിട്ട് ചൂട് പോയിട്ടൊന്നുമില്ല. എന്നാൽ നല്ല അട കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി അടയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല നൈസ് അടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കണ്ടോ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതും ഇലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു നെയ്യിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ അട ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ നെയ്യോ കാര്യങ്ങളോ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. തീരെ നെയ്യോ എണ്ണയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. വളരെ സോഫ്റ്റായിട്ടുള്ള അടയാണ്. നിങ്ങളെല്ലാ വീട്ടിലും കപ്പ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു അട തന്നെയാണ്, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ ഈ അടേൻ്റെ തന്നെ സേമിയ അട, അരിയടയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കയറി കാണുക. അടിപൊളി വീഡിയോസായിട്ട് ഇനി അടുത്ത ഒരു വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരേക്കും ബായ്.